നാളെ തൃശൂരിൽ പുലിയിറങ്ങും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ തൃശൂർ നഗരം പുലിയാവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു പുലിക്കളി കൂടി സ്വരാജ് റൗണ്ടിൽ അരമണി കിലുക്കി വന്യമായ ചുവടുകളുമായി ആ ആവേശത്തിലേക്ക് നാട് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഇത്തവണ ഒട്ടേറെ വിവാദങ്ങൾ പുലിക്കളിയുമായി ബന്ധപ്പെട്ട്, പുലിക്കളി അത്രയേറെ മികച്ച കലാരൂപമാണ് എന്നുള്ള രീതിയിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ തൃശൂർ നഗരം ഒന്നാകെ ആ പുലിക്കളിയെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ അയ്യന്തോൾ ദേശത്താണ് നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കൂ. ആ ഒരു കൂട്ടായ്മ, ആ മതസൗഹാർദ്ദമെല്ലാം നമുക്ക് അയ്യന്തോൾ ദേശത്തിന് ഇത് മാത്രമല്ല, ഇത്തവണയുള്ള പുലിക്കളി 9 സംഘങ്ങളിലും അത് കാണാൻ കഴിയും. പല സംഘങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലരെല്ലാം ചില സമയത്ത് വിട്ടു നിൽക്കാറുണ്ട്. ഇപ്പോൾ ആ പുലിക്കളിയോടനുബന്ധിച്ചുള്ള പെയിൻറ് അരയ്ക്കുന്ന പണികൾ, തലേ ദിവസം ഉള്ള പുലിക്കളിയുടെ പെയിൻറ് അരയ്ക്കുന്ന പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അതീവം മിനുസമായി ആ പുലിപ്പെയിൻ്റ് ഒരുക്കണം, അല്ലേ? നല്ല പണിയാണല്ലേ? അതെ അതെ അതെ. നാളെ പുലിക്കളിക്ക് ചൂടും വെക്കുന്നുണ്ട്. എത്ര കൊല്ലമായി? ഞാൻ 3-4 വർഷമായി. 4 വർഷമായി. എങ്ങനെയാണ് ആ ഫീല്? അടിപൊളിയല്ലേ? അതായത് നാട് മുഴുവൻ കാത്തു നിൽക്കുകയാണ് ആ അരമണിക്ക് യുദ്ധത്തിനായി. ഇത്തവണ 9 ടീമുകളാണുള്ളത്. 51 പുലികൾ വീതമുണ്ടാകും. ഒപ്പം തന്നെ 3 ടാബ്ലോ. ഈ ടാബ്ലോയ്ക്കും ഓരോ ക്രമമുണ്ട്. അത് പുലിവണ്ടി ഉണ്ടാകും. അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു പുരാണ ഇതിവൃത്തം ഉണ്ടാകും, സമകാലിക സംഭവം ഉണ്ടാകും. ഇനി ഒരു സ്പെഷ്യൽ പുലിയെ കാണിച്ചു വരാം. ആ പുലി കറുപ്പ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വേഷമിടുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സിനിമയിലും പുലിയായി തന്നെ ഭാഗമായിട്ടുണ്ട്. ഒരു പ്രത്യേകത, അദ്ദേഹം വിദേശത്ത് നിന്നും ഈ പുലിക്കളിക്കായി വന്നിരിക്കുകയാണ്. ലീവ് എടുത്ത്. വിപിൻ അല്ലേ? വിപിന്റെ വീട് ഇവിടെ തന്നെ പോകുന്നു. എത്രാമത്തെ വർഷം നോക്കുകയാണെങ്കിൽ 10-20 വർഷമായി. എല്ലാ വർഷവും അടുപ്പിച്ചിടാറില്ല. എങ്കിലും ഇവിടെ ഇപ്പോൾ 3-മൂന്നാമത്തെ വർഷം അയ്യന്തോളിന് വേണ്ടിയിട്ട്. ആ ഒരു ആവേശം തന്നെയാണ് ഇങ്ങോട്ട് എത്തിച്ചത്. തന്നെയാണ്. ഇതുപോലെ ഈ ആവേശം നെഞ്ചേറ്റുന്ന ഒരുപാട് പേരുണ്ട്. അത് പുലിവേഷം കെട്ടണമെന്നില്ല. അതുപോലെ ചില ചെറിയ കുട്ടികൾ, വനിതകളെല്ലാം ഈ പുലിവേഷവും എല്ലാമായി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. TCVയിലൂടെ തത്സമയം എല്ലാവർക്കും കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ സംഘാടക സമിതിയിൽ നിരവധി പേരുണ്ട്. എന്താ ഈ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരുക്കങ്ങളുടെ അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞാലാണ് ഈ ചായരക്കൽ. ഇദ്ദേഹം പറഞ്ഞല്ലോ വിപിൻ ഇതിന് വേഷമിടാമെന്ന്. ഞങ്ങളുടെ രക്ഷാധികാരി മിസ്റ്റർ ബാബുരാജ് ഏറെ കൊല്ലമായിട്ട് ഈ സാമ്പത്തികം വലിയ പരാതി ഉയർത്താറുണ്ട്. ഇത്തവണ അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നല്ലേ? പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പണവും കൂടി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഭയങ്കര സഹകരണമാണ് എത്തണം. പക്ഷേ ഒപ്പം തന്നെ പറയാനുള്ളത്, നമുക്കറിയാം TCV ഒക്കെ എത്രയോ വർഷങ്ങളായി പുലിക്കളി പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു. 14 സംഘങ്ങളൊക്കെ ടീമുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചുരുങ്ങിയല്ലേ? ചുരുങ്ങി. ഇപ്പോൾ 9 ടീമേ ഉള്ളൂ. അതെ അതെ, തീർച്ചയായും 6 ടീമിലേക്ക് വരെ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള വർഷങ്ങളിൽ അത് കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണ 9 എന്നാലും അതിൽ കുറവൊന്നും ഉണ്ടാവില്ല. അല്ല, ആ ഒരു പ്രകടനത്തിലും കുറവുണ്ടാവില്ല. എന്തായാലും നല്ല ആവശ്യത്തിലാണ് അല്ലേ? നല്ല ആവശ്യത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുലിക്കളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ നിഷാദ് ഭായിനെ വിളിച്ച് എനിക്ക് കമ്മിറ്റിയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. ഈ ആവേശം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇനി നമുക്ക് കാത്തിരിപ്പാണ് ആ പുലിക്കളിക്കായി, അരമണിക്ക് ലുക്കത്തിനായി, ആ പുലിച്ചുവടുകൾക്കായി. മഴ നമ്മളെ ഒരു ചെറിയ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷെ മഴയെല്ലാം മാറിപ്പോകും. കാരണം തൃശ്ശൂരിൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ മനസ്സ് ആവേശത്തിലാണ് ആ പുലിക്കളി ആയതുകൊണ്ട് മഴയെല്ലാം മാറി ഒരു തെളിഞ്ഞ നീലാകാശത്തിന് കീഴിലുള്ള ആ പുലിക്കളിക്കായി നമുക്ക് കാത്തിരിക്കാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.